ഇപ്പോ വീണ്ടും ഒരിക്കൽ കൂടി മാറി 41-44 എന്ന നിലയ്ക്കാണ് UDF മുനിസിപ്പാലിറ്റികളിൽ ചന്ദ്രശേഖർ ബ്ലോക്കിലാണ് ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥായിയായിട്ടുള്ള പെർഫോമൻസ്. അതെ ശോഭ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരുപക്ഷെ ഒരു തൂക്ക് സഭയായി മാറാൻ പോകുന്നു. എനിക്കൊന്ന് BJPക്ക് നിർണായകമായിട്ടൊരു തീരുമാനം എടുക്കേണ്ടി വരും. ഇതാ നോക്കുക, തിരുവനന്തപുരത്ത് ആകെയുള്ള 100 സീറ്റുകൾ UDF 17, LDF 36, BJP 26, മറ്റുള്ളവർ 6. ആർക്കും ഭൂരിപക്ഷം കിട്ടാത്ത സിറ്റുവേഷൻ. എന്താ ശോഭ ക്വിക്കായിട്ട് പറയുന്നത്? അതിനകത്ത് അത് ഞങ്ങൾ പറഞ്ഞിരുന്നു മുൻപ്, കേരളത്തിൽ ഒരു ധാരണ ഇടതുപക്ഷത്തിനും UDFനും ഇടയിൽ ഒരു ചെറിയ ധാരണ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു പല വാർഡുകൾക്കകത്തും. അതൊരു സഖ്യമായിട്ട് എവിടെയെങ്കിലുമൊക്കെ മാറുമോ എന്നതിനെ കുറിച്ച് കൂടി ഇത്തരത്തിലുള്ള ചില റിസൾട്ടുകൾ വന്ന പ്രദേശങ്ങളിൽ നമുക്ക് നോക്കിക്കാണാം. ഇവിടെ വീണ്ടും LDFന്റെ നില ഒന്ന് താഴേക്ക് പോയപ്പോൾ BJP ഒന്ന് പൊങ്ങി. അതെ, അപ്പോൾ അത് എന്തോ ഒരു സംഭവം, ഒരുപക്ഷെ മേയർ ജയൻ ബാബുവിന്റെ സീറ്റാണോ എന്ന് അനുമാനിക്കണം. എന്തായാലും വേണ്ടില്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയുടെ വ്യക്തമായിട്ടുള്ള മുന്നേറ്റം സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ തൂക്ക് പ്രവചനം ചിലപ്പോൾ ശരിയായി, ഒരു തൂക്ക് പ്രവചനം ശരിയായി വരുന്നു. രണ്ട് ഘടകങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്തിനകത്ത് UDFനെതിരായി ഞങ്ങളൊരു മേൽക്കൈ നേടാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതേ ഒരു റിസൾട്ട് തന്നെ മുനിസിപ്പാലിറ്റിയിൽ ഇടതുപക്ഷത്തിനെതിരായിട്ടും ഞങ്ങൾ മുന്നോട്ട് വരുന്നു. അപ്പം ഇതിനകത്ത് കാണുന്ന ഒരു രാഷ്ട്രീയ ചിത്രം UDFനെ വെല്ലാനും LDFനെ വെല്ലാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മളെപ്പോഴും ഇവിടെ ചർച്ചയിൽ എപ്പോഴും BJP SNDPനെ ഒരു മൂന്നാം ബദൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ ചർച്ചയിൽ കണ്ടിരുന്നത്. അതിന്റെ സാധ്യതകളെ കുറിച്ചുള്ള ഏറ്റക്കുറിച്ചുകളെ കുറിച്ച് ചർച്ച ഉണ്ടെങ്കിൽ പോലും 60-27 വന്നിരിക്കുക. അനിൽരാജു, അപ്പൊ എവിടുന്നാ നിങ്ങൾ താഴേക്ക് വന്നത്? അത് പറയണം. ഇവരാണ് അധികാരം കിട്ടുമെന്ന് പറഞ്ഞു നടന്നവരാ. അധികാരം ആവശ്യപ്പെട്ടിരുന്നു, അധികാരം കിട്ടുമെന്ന് പറഞ്ഞിരുന്നു. എനിവേ നമ്മള് വളരെ എന്താ പറയുക, ഉദ്വേഗജനകമായിട്ടുള്ള ഒരു കണ്ണൂർ വീണ്ടും നെക്കായിരിക്കുന്നു. 27-26 കണ്ണൂര്. കൊച്ചിയില് UDFന് വ്യക്തമായ മേൽക്കൈ, കൊല്ലത്ത് LDFന് വ്യക്തമായ മേൽക്കൈ, കോഴിക്കോട് LDFന് വ്യക്തമായ മേൽക്കൈ. പക്ഷേ ഈ പറഞ്ഞ കൊച്ചിയിൽ 2 ഡിവിഷൻ, കൊല്ലത്ത് 5 ഡിവിഷൻ BJPക്ക്, കോഴിക്കോട് 4 ഡിവിഷൻ. തിരുവനന്തപുരത്ത് ഒരു ഹങ് കോർപ്പറേഷൻ ഉരുത്തിരിയുന്നു എന്ന് വേണമെങ്കിൽ അനുമാനിക്കാം. തൃശ്ശൂർ എന്തായിരുന്നു? LDF ലീഡ് ചെയ്യുന്നു. തൃശ്ശൂർ LDF ലീഡ് ചെയ്യുന്നു. സന്തോഷമായ CPIയുടെ 55-ൽ 6 സീറ്റ് ഉണ്ടായിരുന്നതാണ്. എനിക്ക് LDFന്റെ ഒരു മുന്നേറ്റം എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. പക്ഷേ ഒരു അവസാന വാക്ക് പറയാറായിട്ടില്ല എങ്കിൽ പോലും LDFന്റെ മുന്നേറ്റം പൊതുവേ ഉണ്ട്. പക്ഷെ പലയിടത്തും പലതരം ടെൻഡൻസികൾ വേറെ കാണാം. അതെ അജിത്തെ, ജില്ലകള് എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മൾ ഇവിടെ എടുത്തത് OT% വെച്ച് ജില്ലകളെ അനാവരണം ചെയ്തു. ശ്രീ ഉഴവൂർ വിജയൻ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കണ്ടൊരു ട്രെൻഡുണ്ട്. പാലക്കാട് ക്രമാതീതമായി വോട്ട് വർദ്ധിച്ചു, കോട്ടയം ക്രമാതീതമായി വോട്ട് വർദ്ധിച്ചു, പത്തനംതിട്ട ക്രമാതീതമായി വോട്ട് വർദ്ധിച്ചു. ഇതൊക്കെ ഒരു BJP SNDP ട്രെൻഡാണ് നമ്മൾ സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അതിനനുസൃതമായിട്ടുള്ള ഒരു സംഭവമാണ് വന്നിരിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരം, കൊല്ലത്ത് ഒരുപക്ഷെ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഇടതുപക്ഷത്തിനൊരു മേൽക്കൈ ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തിയത് അത് ശരിയായിരിക്കുന്നു. ട്രെൻഡ് കോട്ടയം, ഇടുക്കി, പത്തനംതിട്ടയെ കുറിച്ച് അങ്ങൊന്നും പറഞ്ഞില്ല. ഒരിക്കൽ കൂടി പുതിയ ട്രെൻഡ് വന്നിരിക്കുകയാണ്. ഇപ്പോ 5 തലത്തിലും LDFന്റെ മേൽക്കൈ തന്നെയാണ്. ചിലയിടത്ത് നേരിയ മേൽക്കൈയാണെങ്കിലും ഉള്ളത്. ഇതാ മുനിസിപ്പാലിറ്റിയിൽ UDFനായിട്ട് അതിപ്പോ തന്നെ മാറിയിരിക്കുന്നു. 470 ഗ്രാമപഞ്ചായത്തുകളിൽ LDF മേൽക്കൈ, 371 UDF, BJP 24. 100 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ LDF മുന്നിലുണ്ട്. 52-ൽ മാത്രമാണ് ഇപ്പോഴും UDF മുന്നിലുള്ളത്. ഇവിടെ വളരെ വ്യക്തമായ അകലം ഇരു മുന്നണികളും തമ്മിലുണ്ട്. സുസ്ഥിരമായ ഒരു ലീഡ് നിലനിർത്തിക്കൊണ്ടാണ് LDF മുന്നോട്ട് പോകുന്നത്. ജില്ലാ പഞ്ചായത്ത് 8-6 എന്ന നിലയ്ക്ക് ഇപ്പോൾ LDFന് അനുകൂലമാണ്. മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നത് 44 മുനിസിപ്പാലിറ്റികളിൽ മുന്നിട്ട് നിൽക്കുന്ന UDF ആണ്. 40-ൽ മാത്രമാണ് LDF മുന്നിട്ട് നിൽക്കുന്നത്. കോർപ്പറേഷൻ 4-2 എന്ന നിലയ്ക്ക് ഇപ്പോഴും LDF ആണ് മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ 2 കോർപ്പറേഷനിലെങ്കിലും വളരെ
ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത്. തിരുവനന്തപുരത്ത് തൂക്ക് കൗൺസിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിർത്തിക്കൊണ്ടാണ് LDF-ന് ഈ 4 സ്ഥലത്ത് മേൽക്കൈ ഉള്ളത്. ഇതിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ അത് ഏതാണ്ട് നിയമസഭാ സീറ്റുകളോട് സമാനമായ ഒരു നമ്പറാണ്. ഒന്ന് 140, മറ്റേത് 152. ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രാഷ്ട്രീയമായ ഒരു മത്സരമാണ് പൊതുവെ നടക്കുക എന്നും പറയാറുണ്ട്. അവിടുത്തെ ഒരു നേട്ടമാണ് ഇപ്പോൾ LDF-ന് ഏറ്റവും കൂടുതലുള്ളത്. എന്തെങ്കിലും കമന്റ് പറയാറായോ? ശരിയാണ്. അത് ഈ റിസൾട്ട് ട്രെൻഡാണ്. ആ ട്രെൻഡ് വെച്ച് പറയാൻ സാധിക്കുന്നത് ബ്ലോക്കും ജില്ലയും. ബ്ലോക്ക് കുറച്ചുകൂടി ഇതാണ്. ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം പഞ്ചായത്താണല്ലോ വരിക. പഞ്ചായത്തുകൾ 3-4 പഞ്ചായത്തുകൾ ചേർന്ന ടോട്ടൽ പഞ്ചായത്താണ് വരിക. അപ്പോൾ അത് പൊളിറ്റിക്കലാണ്, രാഷ്ട്രീയമായിട്ടുള്ളതാണ്. അതാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വന്നിട്ടുള്ള മാറ്റം, പ്രകടമായിട്ടുള്ള മാറ്റം. ജയൻ ബാബുവിന്റെ തോൽവി സ്ഥിരീകരിച്ചിരിക്കുന്നു. ജയൻ ബാബു തോറ്റതായിട്ട് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരണം വന്നിരിക്കുന്നു. എത്ര വോട്ട്? തിരുവനന്തപുരം കോർപ്പറേഷൻ നോക്കുക, 38 LDF, UDF 16, BJP 28, മറ്റുള്ളവർ 5. ഇതാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ദിനകർ പെട്ടെന്ന് ക്വിക്കായിട്ട് പറയൂ. തിരുവനന്തപുരം കോർപ്പറേഷൻ മധുസൂദൻ നായരാണ് വിജയിച്ചിരിക്കുന്നത്. 1330 വോട്ടുകൾക്ക് BJP-യുടെ സ്ഥാനാർത്ഥി വിജയിച്ചു. C. ജയൻ ബാബു LDF-ലെ പരാജയപ്പെട്ടിരിക്കുന്നു. 1276 വോട്ടുകൾക്കാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. പോസ്റ്റൽ വോട്ടുകൾ രണ്ടാമത് എണ്ണിയിരുന്നു. അതോടുകൂടി 43 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നത്. 43 വോട്ടുകൾക്ക് മേയർ സ്ഥാനാർത്ഥിയായിരുന്ന മുൻ മേയർ ജയൻ ബാബു പരാജയപ്പെട്ടിരിക്കുന്നു. ശ്രീ വിജയകുമാർ, ഒരു സെറ്റ് ബാക്ക് ആണത്. പ്രതീക്ഷിച്ചല്ല. ജയൻ ബാബു എന്ന നിലയിൽ ജയിക്കേണ്ടതായിരുന്നു അവിടെ. BJP-ക്ക് ഉണ്ടായത് അട്ടിമറി വിജയമാണ്. BJP-ക്ക് എന്നുവെച്ചാൽ UDF ഏറ്റവും ദുർബലമായി. അതാണ് അവിടെ സംഭവിച്ചത്. UDF LDF ആണ് അവിടെ. അവിടെ UDF സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് ഇടുമെന്ന് അറിയാൻ പറ്റും? വളരെ കുറവായിരിക്കും. UDF സ്ഥാനാർത്ഥി കൺട്രോൾ റൂം പാങ്ങോട് UDF സ്ഥാനാർത്ഥി കിട്ടിയ വോട്ടൊന്ന് അറിഞ്ഞു വെക്കണം. പക്ഷെ നമ്മളിത് വലിയൊരു തെരഞ്ഞെടുപ്പാണ്, അപ്പം നമുക്ക് അതിലേക്ക് പോകണമുണ്ട്. ചന്ദ്രശേഖർ, ഗ്രാമപഞ്ചായത്തുകളിൽ 941 പഞ്ചായത്തുകളുടെയും ട്രെൻഡ് വന്നിരിക്കുന്നു. LDF 474, UDF 375, BJP 22, മറ്റുള്ളവർ 25. ബ്ലോക്ക് പഞ്ചായത്ത് 98 LDF-ന്, UDF 53, BJP 1. ഡിസ്ട്രിക്ട് പഞ്ചായത്തിൽ 8-6. മുനിസിപ്പാലിറ്റിയിൽ UDF-ന് ചെറിയൊരു എഡ്ജുണ്ട്, 43, ലെഫ്റ്റ് 40. നേരെ തിരിഞ്ഞിരിക്കുന്നു. LDF-ന് എഡ്ജായിരിക്കുന്നു 43, UDF-ന് 41. കോർപ്പറേഷനിൽ 4-2. 4 എന്ന് പറയുന്ന ഒന്ന് ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ ഇടയില്ലാത്ത തിരുവനന്തപുരമാണ് LDF-ന്റെ കയ്യിലുള്ളത്. കണ്ണൂര് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ 27-26 പക്ഷേ 27-27 നമ്മുടെ ടീമിൽ നിന്ന് കിട്ടുന്ന വിവരം. അപ്പൊ ടൈ ആണ് അവിടെ. ടൈ ആയിരിക്കണം. ഒരു പക്ഷേ ഒരു സ്വതന്ത്രനോ വല്ലതും വന്നിട്ടുണ്ടാകണം വേണമെങ്കിൽ. ഓക്കെ, ഇതിൽ BJP 23 ഗ്രാമപഞ്ചായത്തുകളിൽ മുന്നിട്ട് നിൽക്കുന്നു, ഒരു മുനിസിപ്പാലിറ്റിയിൽ മുന്നിട്ട് നിൽക്കുന്നു എന്ന ഒരു ഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. അജിത്ത്, BJP നടത്തും എന്ന് പറഞ്ഞ ഒരു പ്രകടനമുണ്ട്. അത് തന്നെയാണോ ഇത് എന്ന് സംശയം. പക്ഷെ അവര് ചില മുന്നോട്ട് വരവ് ഉണ്ടാക്കിയിരിക്കുന്നു. എന്ത് പറയുന്നു ശ്രീ ചന്ദ്രശേഖർ? താങ്കൾ പറഞ്ഞത് ശരിയാണ്. കാരണം BJP അവർ പ്രഖ്യാപിച്ച ഏത് കക്ഷിയും സ്വാഭാവികമായി എക്സാജറേറ്റ് ചെയ്തായിരിക്കും അവരുടെ പ്രതീക്ഷകളെ അവതരിപ്പിക്കും, മൊറേൽ ബൂസ്റ്റ് ചെയ്യാനൊക്കെ. അതെ, മൊറേൽ ബൂസ്റ്റ് ചെയ്യാൻ. പക്ഷേ ഇവിടെ BJP നല്ലൊരു കാഴ്ചവെച്ചിരിക്കുന്നു, നല്ലൊരു പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. ഇത്രയും പ്രകടനം പൊതുസമൂഹം പ്രതീക്ഷിച്ചില്ല, നിരീക്ഷകരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ BJP-ക്ക് ശക്തമായൊരു സാന്നിധ്യം ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. അത് SNDP-യുടെ സപ്പോർട്ട് കൊണ്ടും ഒരു പരിധി, അല്ലാതെ തന്നെ പൊതുസമൂഹത്തിൽ പൊതുവായി അവർക്ക് കിട്ടിയ സ്വീകാര്യത, കേന്ദ്രഭരണത്തിൻ്റെയും മോഡിയുടെയൊക്കെ ഒരു പ്രഭാവം അതിൽ പ്രകടമാണ്. അതുകൊണ്ട് BJP വ്യക്തമായും ശക്തമായ ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഒരു ട്രെൻഡ് BJP SNDP ഫാക്ടർ LDF-നെ UDF-നെ മാറി സ്വാധീനിച്ചിരിക്കുക, മാറി സഹായിക്കുകയും തിരസ്കരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ പ്രദേശത്ത് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ അത് LDF-ന് അനുകൂലമായെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ വയനാട് LDF-ന് അനുകൂലമായി. അപ്പോൾ ചില പ്രദേശം നമുക്ക് ഒരു യൂണിഫോമായിട്ട് അതിനെ കാണാൻ പറ്റാത്ത, ഏകീകൃത സ്വഭാവം അതിൽ കാണാൻ പറ്റില്ല. രാജൻ, വയനാട് അജിത്തേട്ടൻ പറഞ്ഞു, ഞാൻ എൻ്റെ ചുമതലയുള്ള ജില്ലയാണ് വയനാട്. വയനാട് എവിടെയാണ്? പനമരം ഒഴിച്ച് വേറെ എവിടെയാണ് SNDP
എന്ന് പറയുന്ന സംഘടനാ സംവിധാനം ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ അജിത്തേട്ടൻ പറഞ്ഞ അജിത്തേട്ടനെ പോലൊരു നിരീക്ഷകനല്ല ഞാൻ. പക്ഷെ ഇതിനുണ്ടാകാൻ പോകുന്നൊരു പ്രശ്നം നാളുകളിൽ കോൺഗ്രസും BJPയും തമ്മിലുള്ള വലിയ വഴക്കിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് ഫലം പോകും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി ഞാൻ വേണമെങ്കിൽ എണ്ണി പറയാം, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി UDFും BJPയും ഉണ്ടാക്കിയ അവിശുദ്ധ സഖ്യത്തിൽ കോൺഗ്രസ് തെറ്റിദ്ധരിച്ച് വിശ്വസിച്ചു പോയ ചില സീറ്റുകളിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതിന്റെ ചിത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. BJP ആ സഖ്യം വേണ്ടത്ര ഉണ്ടാക്കാൻ കഴിയാത്തത്. ഒരു കാര്യം മനസ്സിലാക്കണം, അതായത് അജിത്ത് പറഞ്ഞതിനോട് ഞാൻ യോജിക്കണം. എന്താ കാരണം വെച്ചാൽ SNDP BJP സഖ്യത്തിന്റെ ഇമ്പാക്ട് ഓരോ ജില്ലയിലും ഓരോ മുന്നണിയെ ബാധിച്ചിരിക്കുന്നു. അങ്ങനെ ബാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അത് കൃത്യമായിട്ട് അവരുടെ വോട്ടല്ല, അതുണ്ടാക്കുന്ന പ്രതികരണം അത് വളരെ വ്യക്തമാണ്. എന്താ കാരണം വെച്ചാൽ ഓരോ ജില്ലയിലും പ്രതികരണമാണ് കോട്ടയത്ത് വളരെ പ്രകടമാണ്, പത്തനംതിട്ട വളരെ പ്രകടമാണ്, പാലക്കാട് വളരെ പ്രകടമാണ്. ഇവിടെയൊക്കെ അത് UDFനെ ഫേവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റ് സ്ഥലങ്ങളിൽ അത് LDFനെ ഫേവർ ചെയ്തു. LDFനെ ഫേവർ ചെയ്യുന്നു എന്ന് ഞങ്ങൾ കണ്ടൊരു സ്ഥലമാണ് വയനാട്. വളരെ പ്രകടമായി കണ്ടതാണ്. അതായത് BJP വോട്ടുകൾ വർദ്ധിക്കുമ്പോൾ അവിടെ LDFനാണ് ഗുണം വരുന്നത് നിങ്ങൾ കണ്ടെത്തി തന്നെ. അതിപ്പം താങ്കൾക്ക് ചാർജ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പക്ഷേ ആ വസ്തുത നമുക്ക് മറികടക്കാതിരിക്കാൻ പറ്റില്ല. യാഥാർത്ഥ്യമല്ലേ? SNDPയുടെ സാന്നിധ്യം അവിടെ BJPയുടെ വോട്ടുകൾക്ക് ഒരു ഊന്നൽ കൊടുത്തിട്ടുണ്ട്. അതിൽ തർക്കമില്ല.